നമസ്കാരം, ഞാൻ അജിത. പ്രധാന വാർത്തകൾ. കാഞ്ഞിരപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഇനി പുതിയ ബഹുനില മന്ദിരം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. കാഞ്ഞിരപ്പള്ളിയുടെ കായിക പൈതൃകം സ്പോർട്സ് സ്കൂളിലൂടെ തിരിച്ചുപിടിക്കുമെന്ന് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്. MG സർവകലാശാല കലോത്സവത്തിന് തിരിതെളിഞ്ഞു. ആദ്യ ദിനം നൃത്ത ഇനങ്ങളാൽ സമ്പന്നം. ആദ്യ ദിനം എറണാകുളം ജില്ലയിലെ കോളേജുകൾക്ക് മുന്നേറ്റം. പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയിറങ്ങി. തിരുവാറാട്ട് തൊഴുത് ഭക്തർ. ഘോഷയാത്രയും കൊടിയിറക്കും ഭക്തിസാന്ദ്രം. വാർത്തകൾ വിശദമായി. കാഞ്ഞിരപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനായി നിർമ്മിച്ച ഇരുനില മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. കാഞ്ഞിരപ്പള്ളിയുടെ കായിക പൈതൃകം സ്പോർട്സ് സ്കൂളിലൂടെ തിരിച്ചുപിടിക്കുമെന്ന് പുതിയ കെട്ടിടത്തിന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി സർക്കാർ ഹൈസ്കൂളിലെ പുതിയ കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. 3,70,00,000 രൂപ മുടക്കിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ആദ്യമേ തന്നെ വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനം എന്നത് വിദ്യാർത്ഥികളുടെ അക്കാദമിക് മികവ് വർദ്ധിക്കുക എന്നത് തന്നെയാണ്. അതില് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കാഞ്ഞിരപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂൾ അങ്കണത്തിൽ നടന്ന സ്കൂൾ തല ചടങ്ങ് സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ശിലാഫലക അനാച്ഛാദനവും അദ്ദേഹം നിർവഹിച്ചു. കാഞ്ഞിരപ്പള്ളി സർക്കാർ ഹൈസ്കൂൾ ഈ വർഷം തന്നെ സ്പോർട്സ് സ്കൂളാക്കി മാറ്റുമെന്ന് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. അത്ലറ്റിക് ട്രാക്ക്, മൾട്ടി ലെവൽ ജിംനേഷ്യം, വോളിബോൾ, ബാസ്കറ്റ്ബോൾ കോർട്ട്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റലുകൾ എന്നീ സൗകര്യങ്ങളോടുകൂടിയ സ്പോർട്സ് സ്കൂളായിരിക്കും ഒരുങ്ങുകയെന്നും ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. കാഞ്ഞിരപ്പള്ളിയുടെ കായിക പൈതൃകത്തെ തിരിച്ചു കൊണ്ടുവരാനാകുന്നതായിരിക്കും സ്പോർട്സ് സ്കൂളെന്നും ഡോക്ടർ എൻ ജയരാജ് കൂട്ടിച്ചേർത്തു. അത് അംഗീകാരം കിട്ടിക്കഴിഞ്ഞ ഈ വർഷം തന്നെ സ്പോർട്സ് സ്കൂൾ നിർമ്മാണം ആരംഭിച്ചു. 200 ട്രാക്കിലുള്ള ഒരു ട്രാക്ക്, സിന്തറ്റിക് ട്രാക്ക്, അത്ലറ്റിക്സ്, വോളിബോളിന്റെ അതുപോലെ ബാസ്കറ്റ്ബോള്, സ്വിമ്മിംഗ് പൂള് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും തയ്യാറായിക്കൊണ്ട് ഒരു മൾട്ടി ലെവൽ ജിംനാസ്റ്റിക് സംവിധാനം ഉൾപ്പെടെ കുട്ടികളുടെ ഹോസ്റ്റല്, പെൺകുട്ടികൾക്ക് ആൺകുട്ടികളുടെ പ്രത്യേക ഹോസ്റ്റൽ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും കടന്നു വരുമ്പോൾ ഈ കുന്നുഭാഗം സ്കൂള് ഒരു കാലഘട്ടത്തിന്റെ ഗതകാല പ്രൗഢികളിലേക്ക് മടങ്ങിപ്പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു ചടങ്ങിൽ അധ്യക്ഷയായി. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് M മണി ഉപഹാര സമർപ്പണം നടത്തി. ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം TN ഗിരീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം B രവീന്ദ്രൻ നായർ, ഗ്രാമപഞ്ചായത്ത് അംഗം ആന്റണി മാർട്ടിൻ, കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ET രാകേഷ്, കാഞ്ഞിരപ്പള്ളി SSK BPC അജാസ് വാരിക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. നബാർഡ് ഫണ്ട് 2 കോടി രൂപയും MLA കൂടിയായ ഡോക്ടർ എൻ ജയരാജിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1,70,00,000 രൂപയും ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 15,000 ചതുരശ്ര അടിയിൽ 2 നിലകളിലായാണ് കെട്ടിടം പൂർത്തീകരിച്ചിട്ടുള്ളത്. 7 ക്ലാസ് മുറികൾ, 1 ഹാൾ, IT ലാബ്, ഓഫീസ് മുറി, ലൈബ്രറി, അടുക്കള, 2 സ്റ്റോർ റൂം, 5 ശൗചാലയങ്ങൾ എന്നീ സൗകര്യങ്ങളോടെയാണ് പുതിയ സ്കൂൾ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. MG സർവകലാശാല കലോത്സവത്തിന് കോട്ടയത്ത് തിരിതെളിഞ്ഞു. മുകേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ആദ്യ ദിനം മത്സര ഇനങ്ങളിൽ മികച്ച പങ്കാളിത്തം കാണപ്പെട്ടു. കലോത്സവത്തിന് തുടക്കം കുറിച്ച് അക്ഷരനഗരിയെ വർണ്ണാഭമാക്കി ഘോഷയാത്ര നടന്നു. ആദ്യ ദിനത്തിൽ എറണാകുളത്തെ കോളേജുകൾക്ക് ആധിപത്യം. അക്ഷരനഗരിയിൽ വർണ്ണവസന്തം വിതറി MG സർവകലാശാല കലോത്സവത്തിന് തുടക്കമായി. 5000-ലധികം വിദ്യാർത്ഥികൾ മാറ്റുരച്ച വർണ്ണശബളമായ റാലിയോടെയാണ് കലോത്സവത്തിന് തുടക്കമായത്. പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നിന്ന് തിരുനക്കര മൈതാനിയിലേക്കായിരുന്നു റാലി. വാദ്യമേളങ്ങൾ, കളരിപ്പയറ്റ്, കോൽക്കളി, തിരുവാതിരകളി, മയിലാട്ടം തുടങ്ങിയ കലാരൂപങ്ങളും മിഴിവേകി. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ മുകേഷ് MLA ഉദ്ഘാടനം ചെയ്തു. മന്ത്രി VN വാസവൻ മുഖ്യപ്രഭാഷണം നടത്തി. തോമസ് ചാഴിക്കാടൻ MP, ചലച്ചിത്ര താരങ്ങളായ വിജയരാഘവൻ, ദുർഗാകൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യ ദിനം നൃത്തയിനങ്ങളാൽ സമ്പന്നമായിരുന്നു. ഭരതനാട്യം, മോഹിനിയാട്ടം തുടങ്ങിയ നൃത്തയിനങ്ങളിലും മോണോ ആക്ടിലും മികച്ച പ്രകടനമാണ് കുട്ടികൾ നടത്തിയത്.
ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ 5 ജില്ലയിലെ 215-ലധികം കോളേജുകളിൽ നിന്ന് 7000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവം ആറാട്ടോടെ സമാപിച്ചു. മഞ്ഞാമാക്കൽ ആറാട്ടുകടവിൽ നടന്ന തിരു ആറാട്ടിലും എതിരേൽപ്പ് ഘോഷയാത്രയിലും നിരവധി ഭക്തർ പങ്കാളികളായി. അഭീഷ്ടവരദായിനിയായ പാമ്പാടി ചെറുവള്ളിക്കാവിലമ്മയുടെ കുംഭപൂര മഹോത്സവത്തിന് കൊടിയിറങ്ങി. തിങ്കളാഴ്ച വൈകുന്നേരമായിരുന്നു ആറാട്ട്. പൊത്തൻപുറം മഞ്ഞാമാക്കൽ ആറാട്ടുകടവിലായിരുന്നു തിരുവാറാട്ട് നടന്നത്. ക്ഷേത്രം തന്ത്രിയും മേൽശാന്തിയും തിരുവാറാട്ടിന് കാർമ്മികത്വം വഹിച്ചു. ആറാട്ടിന് ശേഷം താലപ്പൊലി, പഞ്ചവാദ്യം, ഗജവീരന്മാർ എന്നിവയുടെ അകമ്പടിയോടെ ദേവി തിരിച്ചെഴുന്നള്ളി. വിവിധയിടങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ആറാട്ട് ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിയത്. ശേഷം തിരുമുൻപിൽ പറ, അൻപൊലി എന്നിവ നടന്നു. തുടർന്ന് കൊടിയിറങ്ങി. കൊടിയിറക്കിന് ശേഷം നടന്ന കരിമരുന്ന് പ്രയോഗം നയനാനന്ദകരമായി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഓർത്തഡോക്സ് സഭ ആസ്ഥാനം ഒരു വിഭാഗം വിശ്വാസികൾ ഉപരോധിച്ചു. നെടുമാവ് പള്ളിവക സ്കൂളിന്റെ സ്ഥലം മാനേജ്മെന്റിന്റെ പേരിലാക്കാൻ ശ്രമിച്ചെന്ന് ആരോപിച്ചായിരുന്നു ഉപരോധം. സഭയുടെ കീഴിലുള്ള സ്കൂളുകളുടെ ചുമതലയുള്ള തിരുവനന്തപുരം മെത്രാൻ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസിന് എതിരെയാണ് പ്രതിഷേധം. ഓർത്തഡോക്സ് സഭ ആസ്ഥാനം ഒരു വിഭാഗം വിശ്വാസികൾ ഉപരോധിച്ചു. നെടുമാവ് പള്ളിയുടെ കീഴിലുള്ള സ്കൂളുകൾ ഇരിക്കുന്ന സ്ഥലം സഭയുടെ സ്കൂൾ മാനേജ്മെന്റിന്റെ കീഴിലേക്ക് മാറ്റാനുള്ള നീക്കമാണ് പ്രതിഷേധത്തിന് കാരണമായത്. വിശ്വാസികൾ അറിയാതെ തണ്ടപ്പേര് തിരുത്താൻ ശ്രമിച്ചതോടെ പരസ്യമായി പ്രതിഷേധിക്കാൻ വിശ്വാസികൾ തീരുമാനിക്കുകയായിരുന്നു. അതേ ഇപ്പം തിരുവനന്തപുരം മെത്രാനായിരിക്കുന്ന ഗബ്രിയേൽ മെത്രാച്ചനെതിരെ ഈ ഒരു കാര്യത്തിനകത്ത് പല പ്രാവശ്യം ഇത് മുകളിൽ നിന്നും നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ട് ഒരു കൽപ്പന തന്നെ ഇതിനകത്തുണ്ടായിട്ട് ആ കൽപ്പനയ്ക്ക് പോലും അദ്ദേഹം വിധേയനാകാതെ ഈ പരാതി പിൻവലിക്കാതെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണെങ്കിൽ എന്താണ് ഞങ്ങൾ പറയാൻ പോകുന്നത്? കൽപ്പന പറഞ്ഞിരിക്കുന്നതിന്റെ ആദ്യത്തെ പോയിന്റാണ് ഞാൻ പറഞ്ഞത്. അതായത് സ്കൂളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള എല്ലാ കേസുകളും പരാതികളും പിൻവലിക്കേണ്ടതാണ്. ഭദ്രാസുര കൗൺസിൽ കമ്മിറ്റി അംഗം സുനിൽ എബ്രഹാം, അമൽജി പോൾ, ട്രസ്റ്റി MA ജോസഫ്, സെക്രട്ടറി ജോർജ് കുട്ടി ആന്ത്രയോസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പുതുപ്പള്ളി തലപ്പാടിയിൽ ജൽജീവൻ മിഷൻ പദ്ധതിക്ക് പൈപ്പിടാനായി റോഡിൽ കുഴിച്ച കുഴിയിൽ വീണ് പരിക്കേറ്റ വീട്ടമ്മ മരിച്ചു. ഏറ്റുമാനൂർ സ്വദേശി അനിത സജീഷാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. പുതുപ്പള്ളി തലപ്പാടിയിൽ ജലജീവൻ മിഷൻ പദ്ധതിക്കായി എടുത്ത കുഴിയിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. ഏറ്റുമാനൂർ വലിയ വീട്ടിൽ സജീഷ് കുമാറിന്റെ ഭാര്യ അനിത സജീഷാണ് മരിച്ചത്. ഫെബ്രുവരി 23 വൈകിട്ടായിരുന്നു സംഭവം. അനിതയും ഭർത്താവ് സ്കൂട്ടറിൽ മീനടത്തെ ബന്ധുവീട്ടിലേക്ക് പോകുകയായിരുന്നു. ഇതിനിടെ റോഡിൽ ജലജീവൻ മിഷൻ അധികൃതരെടുത്ത കുഴി കൃത്യമായി മൂടാതിരുന്നതിനെ തുടർന്ന് ഇതിൽ ചാടി ഇവർ റോഡിൽ വീഴുകയായിരുന്നു. സ്കൂട്ടർ ഈ ഉയർന്ന ഭാഗത്ത് കയറിയതോടെ അനിത റോഡിൽ വീഴുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് മണർകാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഇവിടെ നിന്ന് വിദഗ്ധ പരിശോധനകൾക്കായി കാരിത്താസ് ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് ഇവിടെ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ കാരിത്താസ് ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിച്ചത്. ജലജീവൻ മിഷൻ അധികൃതരുടെ അനാസ്ഥയെ തുടർന്നാണ് അനിതയുടെ മരണം സംഭവിച്ചതെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. അപകടത്തിന്റെ പിറ്റേന്ന് റോഡിലെ ഉയർന്ന ഭാഗം ഇവർ നികത്തുകയായിരുന്നു. സംസ്കാരം നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. NGO യൂണിയന്റെ കലാജാഥ കോട്ടയം ജില്ലയിൽ പര്യടനം തുടങ്ങി. ചൊവ്വാഴ്ച രാവിലെ പൊൻകുന്നം രാജേന്ദ്ര മൈതാനിയിൽ നിന്ന് ആരംഭിച്ച ജാഥ കാഞ്ഞിരപ്പള്ളി, പാമ്പാടി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി വൈകിട്ട് കറുകച്ചാലിൽ സമാപിച്ചു. കേരള NGO യൂണിയൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന മുദ്രാവാക്യമുയർത്തി നടത്തുന്ന കലാജാഥ കോട്ടയം ജില്ലയിൽ പര്യടനം തുടങ്ങി. ചൊവ്വാഴ്ച രാവിലെ പൊൻകുന്നം രാജേന്ദ്ര മൈതാനിയിൽ നിന്ന് ആരംഭിച്ച ജാഥ കാഞ്ഞിരപ്പള്ളി, പാമ്പാടി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തിയ ശേഷം വൈകിട്ട് കറുകച്ചാലിൽ സമാപിച്ചു. രാജ്യത്തിന്റെ ഭരണഘടനയും ജനാധിപത്യവും ഫെഡറലിസവും വെല്ലുവിളി നേരിടുന്ന കാലത്ത് മതരാഷ്ട്രം സൃഷ്ടിക്കാനുള്ള പരിശ്രമത്തിനെതിരെ സമൂഹത്തെ ജാഗ്രതപ്പെടുത്തുകയാണ് നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന കലാജാഥ. വിശ്വാസ
ഗോപുരങ്ങൾ ഇടിഞ്ഞു വീഴുന്നു, കാറ്റിൽ ഇടിഞ്ഞു വീഴുന്നു. ഈ വഴിത്താരയിലാലംബമില്ലാതെ ഈശ്വരൻ നിൽക്കുന്നു. ധർമ്മനീതികൾ താടി വളർത്തി തപസ്സിരിക്കുന്നു, തപസ്സിരിക്കുന്നു. മനോജ് എം, സുനിൽ പി കെ, സുനിൽകുമാർ പി, ശശിധരൻ കെ എ, ജയമ്മ എൻ ഡി, ബിന്ദു കെ പി, സുജാത ആർ വി, ലിസി ജോർജ്, ജയറാണി പി എസ്, മഞ്ജു എസ്, ഷിജാസ് പി എസ്, അജി എൻ എസ്, എം പി വേണുഗോപാലൻ നായർ എന്നിവരാണ് ജാഥാംഗങ്ങൾ. ജാഥ ബുധനാഴ്ച പരുത്തുംപാറയിൽ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. നെടുങ്കുന്നം ഹയർ സെക്കൻഡറി സ്കൂളിനായി നിർമ്മിച്ച കെട്ടിടം നാടിന് സമർപ്പിച്ചു. കിംഫി ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കിഫ്ബി ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ചെലവിട്ട് നെടുങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം നാടിന് സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ തലത്തിൽ നടന്ന ചടങ്ങിൽ സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ശിലാഫലക അനാച്ഛാദനം നിർവഹിച്ചു. ഇത് ഗവൺമെന്റ് അന്ന് വിഭാവനം ചെയ്ത് കിഫി പദ്ധതിയിലൂടെയാണെന്ന് നടപ്പാക്കിയത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും കിഫി പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ പ്രോജക്റ്റ് നടപ്പാക്കുമ്പോൾ ഇന്ന് സർക്കാർ വെച്ചിരുന്നൊരു മാനദണ്ഡം 1000 വിദ്യാർത്ഥികൾ കൂടുതലുള്ള സ്കൂളുകൾക്ക് 5 കോടി രൂപയും, 500 വിദ്യാർത്ഥികളുള്ള സ്കൂളുകൾക്ക് 3 കോടി രൂപയും, 500 താഴെ വിദ്യാർത്ഥികളുള്ള സ്കൂളുകൾക്ക് 1 കോടി രൂപയും. അങ്ങനെയാണ് നമ്മുടെ വിദ്യാലയത്തിൽ 500 താഴെ വിദ്യാർത്ഥികളുള്ളത് കൊണ്ട് നമുക്ക് 1 കോടി രൂപയാണ് നമുക്ക് ലഭിച്ചത്. വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ കെ ജെ പ്രസാദ് പദ്ധതി വിശദീകരിച്ചു. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മണി, നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന നൌഷാദ്, വൈസ് പ്രസിഡന്റ് രവി വി സോമൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഹേമലത പ്രേംസാഗർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലത ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷിനു സുനിൽ, പ്രിൻസിപ്പൽ SR അന്നപൂർണ, ഹെഡ് മിസ്ട്രസ് MK ജയശ്രീ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മീനച്ചിൽ പഞ്ചായത്തിലെ ചക്കുകല്ലുങ്കൽ പാലം യാഥാർത്ഥ്യമാകുന്നു. പൊന്നൊഴുകും തോടിനു കുറുകെയാണ് പാലം പണിയുന്നത്. മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് പൊന്നൊഴുകും തോടിന് കുറുകെയാണ് ചക്കുകല്ലുങ്കൽ പാലം യാഥാർത്ഥ്യമാകുന്നത്. ഗ്രാമപഞ്ചായത്തിലെ ഇടമറ്റം പൂവത്തോട് വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ചക്കുകല്ലുങ്കൽ പാലം. പതിറ്റാണ്ടുകളായി നടപ്പാലമായിരുന്നു ഉണ്ടായിരുന്നത്. മാണി സി കാപ്പൻ MLAയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ചക്കുകല്ലുങ്കൽ പാലം. 1 കോടിയിലധികം രൂപ ചിലവഴിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ മാണി സി കാപ്പൻ MLA സ്ഥലത്തെത്തിയിരുന്നു. ചക്കുകല്ലുങ്കൽ പാലം എന്ന് പറയുന്ന ഈ പാലം ഈ ഭാഗത്തുള്ള ഒരുപാട് ജനങ്ങളുടെ ഒരു അഭിലാഷമായിരുന്നു. ഒരു കാര്യം, പണി വളരെ നേരത്തെ ആരംഭിച്ചെങ്കിലും ഈ തോട്ടിൽ എപ്പോഴും വെള്ളം കാണുന്നതുകൊണ്ട് ഈ പണി തുടരാൻ കഴിയാതെ വന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പം വെള്ളം പറ്റിയ സ്ഥിതിക്ക് പണികൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആദ്യ ഭാഗം കോൺക്രീറ്റ് നടക്കുകയാണ്. 3 ദിവസം കഴിഞ്ഞ ശേഷം അടുത്ത ഭാഗം കോൺക്രീറ്റ് കൂടി ചെയ്യും. പിന്നെ 21 ദിവസം ഇതിൻ്റെ ഹീലിംഗ് പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ അത് യാത്രായോഗ്യമായി മാറും. എന്നിവിടെയുള്ള ആളുകളൊക്കെ അതീവ സന്തുഷ്ടരാണ്. പാലം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ചക്കുകല്ലുങ്കൽ നിവാസികളുടെ യാത്രാ ദുരിതത്തിനും പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനും വിരാമമാകും. 15 മീറ്റർ നീളത്തിലും 7.5 മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുന്നത്. വർഷകാലത്ത് ചക്കുകല്ലുങ്കൽ നടപ്പാലം വെള്ളത്തിനടിയിലാകുന്ന പതിവും അവസാനിച്ചു. ജനപ്രതിനിധികളും പൊതുമരാമത്ത് ബ്രിഡ്ജ് വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ബയോകെമിസ്ട്രി ലാബിലെ LPG ലൈൻ നന്നാക്കുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ മാർച്ച് 12 ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് പ്രിൻസിപ്പൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം 8 എന്ന വിലാസത്തിൽ കൊട്ടേഷൻ സമർപ്പിക്കണം. മാർച്ച് 12 ഉച്ചയ്ക്ക് 2 മണി മുതൽ കൊട്ടേഷൻ തുറക്കും. സമഗ്ര ശിക്ഷാ കേരളം പദ്ധതിയുടെ ഭാഗമായി കോട്ടയം ജില്ലാ പ്രോജക്ട് ഓഫീസിൽ പ്രൊഡക്ഷൻ സ്റ്റുഡിയോ സ്ഥാപിക്കുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. വിശദവിവരം www.etenders.kerala.gov.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കുക. വിശദവിവരത്തിന് ഫോൺ 0481-2581-221. സമഗ്ര ശിക്ഷാ കേരളം പദ്ധതിയുടെ ഭാഗമായി കോട്ടയം ജില്ലാ പ്രോജക്ട് ഓഫീസിൽ 2 ടോയ്ലറ്റുകൾ നിർമ്മിക്കുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. മാർച്ച് 4 ഉച്ചകഴിഞ്ഞ് 3 വരെ ടെൻഡർ നൽകാം. അന്നേ ദിവസം വൈകിട്ട് 4 ടെൻഡർ തുറക്കും. വിശദവിവരത്തിന് ഫോൺ 0481-2581-221. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞിരപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഇനി പുതിയ ബഹുനില മന്ദിരം. മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു.
കാഞ്ഞിരപ്പള്ളിയുടെ കായിക പൈതൃകം സ്പോർട്സ് സ്കൂളിലൂടെ തിരിച്ചുപിടിക്കുമെന്ന് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്. NG സർവകലാശാല കലോത്സവത്തിന് തിരിതെളിഞ്ഞു. ആദ്യ ദിനം നൃത്ത ഇനങ്ങളാൽ സമ്പന്നം. ആദ്യ ദിനം എറണാകുളം ജില്ലയിലെ കോളേജുകൾക്ക് മുന്നേറ്റം. പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയിറങ്ങി. തിരുവാറാട്ട് തൊഴുത് ഭക്തർ. ഘോഷയാത്രയും കൊടിയിറക്കും ഭക്തിസാന്ദ്രം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.